രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവായിരുന്നു, കൂടെ പഴം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കൂരവ് ഞാൻ കാച്ചി കുടിക്കാറുണ്ട്. വെയിറ്റ് ഗെയിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കപ്പ് നിറച്ച് കൂരവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു അരക്കപ്പോളേ ഉള്ളൂ. കുറച്ച് ലൂസായിട്ട് എടുത്തുകൊണ്ട് അത് കപ്പിലൊഴിച്ച് കുടിക്കുന്ന രീതിയിൽ അങ്ങ് കുടിച്ചു എന്നേ ഉള്ളൂ. ഇത്രയൊന്നും നിറച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറിന് രസവും ഇന്നലത്തെ മീൻകറിയും കുറച്ച് ക്യാരറ്റ് തോരനും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ഉച്ചയ്ക്കത്തെ ഊണും കഴിഞ്ഞു. പിന്നെ നല്ല വരിക്ക ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഇവിടെ ചക്ക സീസണൊക്കെ കഴിഞ്ഞോ? ഇവിടെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ചക്കയപ്പവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ചക്കയപ്പം കിട്ടിയപ്പോൾ അതങ്ങ് തിന്നു. പിന്നെ ഇന്നലെ രാത്രി കുറച്ച് പച്ച ചക്കച്ചുള എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. അത് വറുക്കുമ്പോഴേ നമുക്കറിയായിരുന്നു അട്ടർ ഫ്ലോപ്പ് ആവുന്നത്. കാരണം റബ്ബർ ഷീറ്റ് പോലെ ഇരുന്ന പച്ച ചുളയായിരുന്നു. പിന്നെ ഒരു പരീക്ഷണാർത്ഥം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഒരു ബബിൾ കപ്പ് ചവയ്ക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. കൊള്ളൂലായിരുന്നു സത്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ചു. പിന്നെ രാത്രി കുറച്ച് ഗ്രാൻഡായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും ഗോതമ്പ് പുട്ടുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പുട്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സാധനമാണ്. പക്ഷേ ചിക്കൻ കറിയോ ബീഫോ മട്ടനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് തിന്നുന്ന തീറ്റ ഞാൻ കണ്ടു. ഇഷ്ടമല്ലാത്ത ഏത് സാധനമായാലും നല്ല കറിയെ കൊണ്ട് നമ്മൾ അറിയാതെ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.